ആയുർവേദ മരുന്നുകളിൽ പലരും ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് ആസം അല്ലെങ്കിൽ അരിഷ്ടം. അപ്പൊ ഗൃഹവൈദ്യം എന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ കരുതാവുന്ന അരിഷ്ടത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. നമസ്കാരം, നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അമൃതാരിഷ്ടത്തെ പറ്റിയാണ്. അമൃതാരിഷ്ടം സാധാരണയായിട്ട് ചെറിയ കുട്ടികൾക്ക് അതുപോലെ മുതിർന്ന ആളുകൾക്കൊക്കെ പനി വരുമ്പോൾ കൊടുക്കുന്ന ഒരു അരിഷ്ടമാണ്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചിറ്റമൃത്, അതുപോലെ മുത്തങ്ങ, തിപ്പലി, ശർക്കരയൊക്കെയാണ്. വേറെയും കുറെ മരുന്നുകളുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അമൃതാരിഷ്ടം ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇന്റർമീഡിയന്റ് ആയിട്ട് വരുന്ന പനി, അതായത് ഇടയ്ക്കിടയ്ക്ക് പനി വന്നു പോവുക, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ, അതുപോലെ ക്രോണിക് ആയിട്ടുള്ള പനി, അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് നമുക്ക് അമൃതാരിഷ്ടം കൊടുക്കാവുന്നതാണ്. വേറെ മരുന്നുകളുടെ കൂടെ അമൃതാരിഷ്ടം കൊടുക്കുമ്പോൾ അതിന് വളരെ നല്ല എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ, ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വരാറുള്ളത്. അതുപോലെ പനി കഴിഞ്ഞിട്ടുള്ള ഒരു ഉന്മേഷമില്ലായ്മ, ഒരു ശരീരത്തിനൊരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടെങ്കിലും ഈ അമൃതാരിഷ്ടം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പനിക്ക് മാത്രമല്ല, നമ്മൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അതായത് ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്ക്, മസിൽ പിടുത്തം, ശരീരം വേദനക്കൊക്കെ നമ്മൾ അമൃതാരിഷ്ടം കൊടുക്കാറുണ്ട്. ഏതൊരു അരിഷ്ടമാണെങ്കിലും നമ്മൾ സ്വമേധയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഷുഗർ എന്നിവ ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. കാരണം ഈ ഒരു കണ്ടീഷൻസിലും നമ്മൾ അരിഷ്ടം കഴിക്കുമ്പോൾ അത് കൂടാനുള്ള ചാൻസ് വളരെ അധികമാണ്.